1 തൊട്ട് 10 വരെ ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ട് നീ എന്റെ രഘുവേട്ടനെ തന്നെ കല്യാണം കഴിച്ചില്ലേടി? 45 വർഷമായിട്ട് എന്റെ ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ നീ ഓർത്തോ ഞാൻ അയാളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ ഇങ്ങോട്ട് വാടി, നിനക്ക് ഞാൻ കാണിച്ചു തരാം, കേട്ടോടി സീതാലക്ഷ്മി. എടി എടി, കാര്യമൊക്കെ ശരി തന്നെ. അവള് സ്നേഹിച്ച ആളെ തന്നെ ഞാൻ കെട്ടിയത്. പക്ഷെ അവൾ ഇപ്പോഴും കെട്ടിയിട്ടില്ല. എനിക്ക് നല്ല സംശയമുണ്ട് അയാളും അവളും തമ്മിൽ ഇപ്പോഴും എന്തോ കണക്ഷൻ ഉണ്ടോന്ന്. അത് ഇന്നത്തോടു കൂടി ഞാൻ പൊളിക്കും. ബിന്ദു, നീ ആകെ മാറി. നാറും കാര്യമെന്ന് വെച്ചാ എന്റെ മോഹങ്ങളാണല്ലോ നീ തട്ടിയെടുത്തത്. സംസാരം കണ്ടോ 10 ബിയിൽ പഠിച്ച അതേപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. എല്ലാരും പറയുന്നുണ്ട് 10 ബിയിൽ പഠിച്ച അതേ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിയാ ഞാനെന്ന്. അയ്യ, ഇന്ത്യൻ 2 സിനിമയ്ക്കകത്ത് കമലഹാസന്റെ നരച്ച വിഗ് കാണാതായപ്പോഴേ നിന്റെ തലേന്ന് മുടി എടുത്തിട്ടല്ലടി പട്ടണ ഷാ പുതിയ വിഗ് ഉണ്ടാക്കിയത്. എന്നിട്ട് അവള് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരി അല്ലേ? അപ്പൊ ഇതെന്തോന്ന് വെള്ള നൂലിൽ എംബ്രോയിഡറി ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്നതാ ബാർബി ഡോളെ? അതെന്താ സാധനം? ഇതിനും പേര് നീ നേരത്തെ വിളിച്ചതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നും ഞാൻ അടുക്കളയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ തന്നെ ഓർക്കും. അയ്യോ, അത്രയ്ക്ക് ഇഷ്ടമാണോടി എന്നോട്? കുറിക്കകത്ത് മീൻചട്ടി കിടന്ന് ആടുന്നത് കാണുമ്പോഴേ നീ പണ്ട് സ്കൂളിൽ 2 ഭാഗം മുടി പിന്നിട്ടോണ്ട് ആട്ടി വരൂല, എനിക്ക് അതാടി ഓർമ്മ. അതൊക്കെ ഒരു കാലം. ആ കാലം നീ ഓർക്കുന്നുണ്ടോടി? നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു പ്ലേറ്റിലിരുന്ന് ചോറ് കഴിച്ച നീ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. കണക്ക് മാഷ് ഇൻഹേലറിനകത്ത് കുരുമുളക് പൊടി ഇട്ട് നീ ഓർക്കുന്നുണ്ടോ? നിന്റെ കൂടെയുള്ള ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നീ ഇതും ഓർക്കുന്നുണ്ടാവില്ല. എന്നെ രഘുവേട്ടനെയും കൂടെ മൂത്രപ്പുരയുടെ ബാക്കിലിട്ട് പ്രിൻസിപ്പാള് പിടിച്ചത്. ചെറിയൊരു ഓർമ്മയുണ്ട്, ഇങ്ങനെ ഉറച്ചു വിളിച്ച് പറയല്ലേ. എങ്ങനെ ഉറക്കം വിളിച്ച് പറയൂടി? എന്റെ കുടുംബമല്ലേ നാർന്നത്. എന്തൊക്കെ വൃത്തികേടാടി നീ അയാളുടെ ഓട്ടോഗ്രാഫിനകത്ത് എഴുതി വെച്ച.